പൊതുവെ ആർക്കും കഴിക്കാൻ താല്പര്യമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഏതാണെന്ന് ചോദിച്ചാൽ മിക്കവരും പറയും ഉപ്പുമാവാണെന്ന്. പക്ഷേ ഉപ്പുമാവ് ഈ രീതിയിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ എത്ര കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരും കഴിക്കും. അപ്പോൾ ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൊത്തി ഇട്ട് കൊടുത്തു. പച്ചമുളക് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം എരിവിനനുസരിച്ച്. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കൊത്തിയിരുന്നത് അത് ഇട്ട് കൊടുത്തു. അത് കഴിയുമ്പോൾ ഒരു 2 ക്യാരറ്റും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് ഉടഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർക്കണം. അതുകൂടാതെ ഇത് മൂടി വെച്ച് 2-3 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം മൂടി തുറന്ന്. അങ്ങനെ 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് നമ്മുടെ ക്യാരറ്റും സവാളയൊക്കെ വെന്ത് കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് വെള്ളമാണ്. 1.5 ഗ്ലാസ് റോസ്റ്റഡ് റവയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതുകൊണ്ട് 1.5 ഗ്ലാസ് വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഉപയോഗിക്കാം. ഇനി അതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തു. അപ്പം നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തതാണ്. ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാൻ. വെള്ളത്തിന് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമുക്ക് ഈ വെള്ളം നന്നായി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കണം. കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഇനി വെള്ളം തിളച്ച് തുടങ്ങി. നമ്മളതിലേക്ക് റവ ഇളക്കി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് തോന്നും വെള്ളം അധികമാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളമൊക്കെ നന്നായി സെറ്റായിട്ട് വരും. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എല്ലായിടത്തും വെള്ളം എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്കതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. അല്പം ചിരകിയ തേങ്ങ. ഞാൻ 1 കപ്പോളം ചിരകിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ കൂടി ചേർക്കുമ്പോൾ നമ്മുടെ ഉപ്പുമാവ് കഴിക്കാൻ ഇരട്ടി ടേസ്റ്റ് ആയിരിക്കും. നമ്മളതിൻ്റെ സെൻറ്ററിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് തട്ടിപ്പൊത്തി വെക്കണം. ഒരു 2 മിനിറ്റ് നേരം ആവി കയറാനായിട്ട് നമ്മളത് മൂടി വെക്കണം. തീ എപ്പോഴും കുറച്ചിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ മൂടി വെച്ചു. ഇനി 2 മിനിറ്റ് നേരം അങ്ങനെ ഇരിക്കട്ടെ. ചെറു തീയിൽ വേണം ചെയ്യാൻ. നമുക്ക് മൂടി തുറന്നിട്ട് 2 മിനിറ്റിന് ശേഷം മൂടി തുറക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും. വെള്ളമൊക്കെ നന്നായിട്ട് ഉലർന്ന് വന്നിട്ടുണ്ടാവും. അത് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. തേങ്ങയും ഉപ്പുമാവും നന്നായിട്ട് മിക്സാവുന്ന രീതിയിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുത്ത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള പതുപതൂന്നുള്ള ഉപ്പുമാവ് നമുക്ക് കഴിക്കാൻ കിട്ടും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതുവരെ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ തന്നെ ഉണ്ടാക്കുന്നവരും ഉണ്ടാകാം. ഇതറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. രണ്ട് പഴം കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കൂ.